ടെൻറ്റ്. കേറി വാ. കറുത്ത കണ്ണട വെച്ച ആൾ കുട്ടിയെ കൈകാട്ടി വിളിച്ചു. കുട്ടിയുടെ പേര് സിദ്ധു. കൊച്ചു തോണിയുമായി മീൻ പിടിക്കാൻ പോകുന്നു. ഇന്നലെയും മിനിയാന്നും സിദ്ധു ഇതിലെ തോണി തുഴഞ്ഞുപോയി. ഈ ഭാഗത്ത് മീനൊന്നുമില്ല. കൈകൊണ്ട് വാരിയെടുക്കാവുന്നത്ര മീനുള്ള ഉപ്പൂറ്റിക്കണ്ടലുകളുടെ കാട്ടിലേക്കാണ് സിദ്ധു പോകേണ്ടത്. ഇതിലേ പോകുന്നത് അവന് വളവാണ്. എന്നിട്ടും ഇന്നും അവൻ ഇതിലേ വന്നു. ഇന്നലെയും മിനിയാന്നും കറുത്ത കണ്ണടക്കാരൻ അവനെ നോക്കി ചിരിച്ചിരുന്നു. സിദ്ധു അതിവേഗം തോണി തുഴഞ്ഞ് കാടിനുള്ളിൽ മറഞ്ഞു. ടെന്റിനടുത്തു പോകരുതെന്ന് ദിനകരൻ സിദ്ധുവിനെ വിലക്കിയിട്ടുണ്ട്. സിദ്ധുവിൻ്റെ ഏട്ടനാണ് ദിനകരൻ. കറുത്ത കണ്ണടക്കാരൻ തന്നെ നോക്കി ചിരിച്ച കാര്യം സിദ്ധു ദിനകരനിൽ നിന്നും മറിച്ചുവെച്ചു. അതിൽ അവന് വിഷമമുണ്ട്, പേടിയും. നീ എന്തിനാ അവിടെ പോയത്? ദിനകരൻ ചോദിക്കും. പൊന്മണി ദേഷ്യപ്പെടും. ദിനകരൻ്റെ കൂട്ടുകാരനാണ് പൊന്മണി. അവർക്ക് രണ്ടാൾക്കും ടെൻറ്റുകാരെ ഇഷ്ടമല്ല. അവർക്കു മാത്രമല്ല, ആദിയിലുള്ള ആർക്കും അവരെ ഇഷ്ടമല്ല, ബാജിയുടെ അപ്പന് ഒഴികെ. അതിന് വേറെ കാരണമുണ്ട്. ആദിയുടെ പടിഞ്ഞാറേ താഴത്ത് തമ്പുരാൻ്റെ കൊട്ടിലിരിക്കുന്ന സ്ഥലം ടെൻറ്റുകാർ കയ്യേറി. ഇപ്പോൾ അതൊരു തർക്കഭൂമിയാണെന്നാണ് പൊന്മണി പറയുന്നത്. തർക്കഭൂമി എന്നാൽ എന്താണെന്ന് സിദ്ധുവിന് അറിയില്ലായിരുന്നു. ദിനകരൻ പറഞ്ഞു കൊടുത്തു. തമ്പുരാൻ്റെ ഭൂമിക്ക് പട്ടയമുണ്ടായിരുന്നില്ല. തമ്പുരാന് പട്ടയം ആവശ്യമില്ല. പെട്ടെന്നൊരു ദിവസമാണ് തമ്പുരാൻ്റെ പൂപ്പരത്തിക്കാട്ടിൽ ഒരു ടെൻറ്റ് പൊങ്ങിയത്. കറുത്ത കണ്ണട വെച്ച ഒരാൾ അവിടെയൊക്കെ ചുറ്റി നടന്നു. നിങ്ങളാരാ? എന്താ കാര്യം? ആദിയിലുള്ളവർ ചോദിച്ചു. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ്, അയാൾ പറഞ്ഞു. ആദിയിലുള്ളവർ അമ്പരന്നു. അപ്പോൾ തമ്പുരാനോ? ആദിയിലെ ഏറ്റവും അറിവുള്ളയാൾ ദിനകരനാണ്. ഏറ്റവും പൊക്കം കൂടിയ ആളും ദിനകരൻ തന്നെ. ദിനകരൻ പാഴ്വാക്കുകൾ അങ്ങനെ പറയാറില്ല. ഇത് തമ്പുരാൻ ഇരിക്കുന്ന സ്ഥലമാണ്. എത്രയോ തലമുറകളായി അതങ്ങനെയാണ്. ഇതിന് വേറെ ഉടമസ്ഥരില്ല, ദിനകരൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ രേഖയുണ്ട്, കറുത്ത കണ്ണടക്കാരൻ പറഞ്ഞു. ദിനകരനും പൊന്മണിയും ആദിദേശത്തിൻ്റെ കാരണവരായ കുഞ്ഞൻ കാരണവരും കൂടി വില്ലേജ് ആപ്പീസിൽ പോയി. ആദിക്കു പുറത്താണ് വില്ലേജ് ആപ്പീസ്. അവർ കടന്നു ചെന്ന് പുറത്തുപോയി വിവരം തിരക്കി. കറുത്ത കണ്ണടക്കാരൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. ഭൂമി അയാളുടെ പേരിൽ കിടക്കുന്നു. അതിൽ തമ്പുരാനാണ് കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. ദിനകരനും പൊന്മണിയും കുഞ്ഞൻ കാരണവരും നടുങ്ങിപ്പോയി. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എത്രയോ തലമുറകളായി ആദിയിലെ ജനങ്ങൾക്ക് അത് തമ്പുരാൻ പറമ്പാണ്. അവിടെ ആരും കൊത്തുകയോ കിളയ്ക്കുകയോ ചെയ്തില്ല. തനിയെ വീണു മുളയ്ക്കുന്ന വിത്തുകൾ ചെടിയായും മരമായും വളർന്ന് തമ്പുരാൻ്റെ കൊട്ടിലിനു ചുറ്റും ഒരു കാടുണ്ടായി. കാട്ടിലെ സ്ഥിരം പാർപ്പുകാരായ കിളികളും അണ്ണാറക്കണ്ണന്മാരും പാമ്പുകളും അരണകളും ഓന്തുകളും ചീവീടുകളും വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആമകളും ഞണ്ടുകളുമൊക്കെ അല്ലാതെ ആരും ആ ഭൂമിക്ക് അവകാശം പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് വെച്ച് നിങ്ങൾക്ക് അവിടെ പോയി വിളക്ക് വയ്ക്കാൻ തടസ്സമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലേ, വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഇത് ചതിയാണ്, ഇത് കള്ളരേഖയാണ്, ദിനകരനും പൊന്മണിയും തർക്കിച്ചു. നിങ്ങൾ കേസ് കൊടുത്തോളി, വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും സിദ്ധു എന്തിന് ടെൻറ്റിനരികിൽ പോയി? പറയാം. കറുത്ത കണ്ണടക്കാരൻ്റെ പിന്നിൽ ഒരു വെളുത്ത തൊപ്പിക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. വാടോ, അയാൾ സിദ്ധുവിനെ വിളിച്ചു. ടെൻറ്റിനകത്ത് ചില വിശേഷപ്പെട്ട സാധനങ്ങളുണ്ട്. സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ ബാജിയാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ബാജിയുടെ അപ്പൻ ടെൻറ്റിലുള്ളവർക്ക് കരിമീൻ വിൽക്കുന്നുണ്ട്. കിലോയ്ക്ക് 300-ഉം 350-ഉം വരെ ടെൻറ്റുകാർ കൊടുക്കുന്നുണ്ട്. പുറത്ത് 280 വിലയുള്ളൂ. ഇതിൻ്റെ പേരിൽ ബാജിയുടെ അപ്പനും ദിനകരനും തമ്മിൽ തർക്കത്തിലാണ്. യൂദാസിൻ്റെ പണി ചെയ്യരുതെന്ന് ദിനകരനും എൻ്റെ വയറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നമാണെന്ന് ബാജിയുടെ അപ്പനും കയർത്തു. ടെൻറ്റിനകത്ത് ദൂരദർശിനിയുണ്ടെന്ന് ബാജി പറഞ്ഞു. ദൂരദർശിനിയിലൂടെ നോക്കിയാൽ കാടിൻ്റെ മറുകര ഇങ്ങടുത്തു വന്നു നിൽക്കുന്നത് കാണാം. അതിലെ തോണി തുഴഞ്ഞു പോകുന്നവരൊക്കെ ഇതിലെ തോണി തുഴഞ്ഞു പോകുന്നത് കാണാം. പിന്നൊന്ന് വീഡിയോ ക്യാമറയാണ്. അതിൽ ബാജിയുടെ അപ്പൻ്റെ പടം പിടിച്ചിട്ടുണ്ട്. കരിമീൻ കോർമ്പ തലയ്ക്കുമീതെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് പടം. പിന്നെ വിലപേശുന്നത്. ബാജിയോട് കരിമീൻ കോർമ്പയൊന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് മുണ്ട് മുറുക്കിയെടുക്കുന്നത്. ചെവിക്ക് പിന്നിൽ നിന്ന് ബീഡി എടുക്കുന്ന പടം. മുണ്ടിൻ്റെ തെറുപ്പിൽ നിന്ന് തീപ്പെട്ടി എടുക്കുന്നത്.
ബീഡി കത്തിച്ചു വലിച്ചിട്ട് തീപ്പെട്ടിക്കൊള്ളി കായലിലേക്കിടുന്നത്. എന്ന ചീറ്റലോടെ തീപ്പെട്ടിക്കൊള്ളി കെട്ടുപോകുന്ന പടം. ചത്ത തീപ്പെട്ടിക്കൊള്ളി ഒരു നിമിഷം വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ഇളകുന്ന പടം. ഇതെല്ലാം ഉണ്ട്. ടെന്റിനകത്ത് തോക്കുണ്ട്. എരണ്ടകളെ വെടിവെക്കുന്ന തോക്ക്. സിദ്ധു കളിത്തോക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കുള്ള ഒരു തോക്ക് അവന് കാണണമെന്നുണ്ട്. എരണ്ടകളെ മാത്രമല്ല, മനുഷ്യരെ കൊല്ലാൻ പറ്റുന്ന ശരിയായ തോക്ക്. അതിനെന്താ പാട്? എൻ്റെ കൂടെ ടെന്റിൽ വാ, ഞാൻ കാണിച്ചു തരാം. ബാജി ക്ഷണിച്ചു. അതിനുള്ള ധൈര്യം സിദ്ധുവിനില്ല. എന്നിട്ട് ബാജി അത് ലോകം മുഴുവൻ പറഞ്ഞു നടക്കും. ദിനകരൻ അറിയും. എന്നാലും പൊട്ടുന്നൊരു യഥാർത്ഥ തോക്ക് കാണാനുള്ള ആഗ്രഹം അടങ്ങുന്നില്ല സിദ്ധുവിന്. കൊരട്ടിമുത്തിയുടെ പെരുന്നാളിന് അവനൊരു കളിത്തോക്ക് കിട്ടി. പൊന്മണിയേട്ടൻ വാങ്ങിക്കൊടുത്തു. എത്ര ഉന്തും തള്ളും കൊണ്ടിട്ടാണ് പൊന്മണിയേട്ടൻ അത് വാങ്ങിയത്. പൊന്മണിയേട്ടൻ്റെ അലക്കിത്തേച്ച ഷർട്ടൊക്കെ ചുളുങ്ങിപ്പോയി. തോക്ക് കയ്യിൽ കിട്ടിയതും സിദ്ധു അത് ആൾക്കാരുടെ നേരെ ചൂണ്ടി. അവർ പേടിച്ചു. സിദ്ധുവിന് ചിരി വന്നു. കളിത്തോക്ക് കണ്ട് പാവങ്ങൾ പേടിക്കുന്നു. സിദ്ധുവിന് പേടിയില്ല. 2 പോക്കറ്റിലും 2 ഉഗ്രൻ തോക്കുമായി കാല് കവച്ച് എളിയിൽ കൈകുത്തി പരുക്കൻ മുഖത്തോടെ നിൽക്കുന്ന സിദ്ധുവാണ് അവൻ്റെ ഹീറോ. ദിനകരൻ പൊന്മണിയേട്ടനെ പറയാത്തതൊന്നുമില്ല ചെക്കന് തോക്ക് വാങ്ങിക്കൊടുത്തതിന്. ചുവന്ന ചെറിയ തോട്ട വെച്ച് പൊട്ടിക്കുന്ന തോക്കായിരുന്നു അത്. ഉഗ്രൻ ശബ്ദം. ഒറ്റത്തവണ പൊട്ടിച്ചപ്പോൾ തന്നെ 10,000 എരണ്ടകളാണ് പേടിച്ചു പൊങ്ങിയത്. എന്തൊരു കാഴ്ചയായിരുന്നു! ദിനകരൻ തോക്ക് വാങ്ങി ഒടിച്ച് വെള്ളത്തിലേക്കിട്ടു. നിനക്ക് നാണമാവില്ലേടാ അവറ്റകളെ പേടിപ്പിക്കാൻ? ദിനകരൻ ചോദിച്ചു. എരണ്ടകൾ നന്ദി സൂചകമായി മടങ്ങി വന്നു. അതാ വീണ്ടും വിളിക്കുന്നു ആ കറുത്ത കണ്ണടക്കാരനിപ്പോൾ. കേറി വാടോ. സിദ്ധു ദിനകരനെ മനഃപൂർവ്വം മറന്നു. അവൻ്റെ തോണി കരയ്ക്കടുത്തു. വെള്ളത്തൊപ്പിക്കാരൻ സിദ്ധുവിൻ്റെ നേർക്ക് കൈ നീട്ടി. സിദ്ധുവിന് തോണിയിൽ നിന്നിറങ്ങാൻ ആരുടെയും കൈസഹായം വേണ്ട. നിന്റെ പേരെന്താടാ? വെള്ളത്തൊപ്പിക്കാരൻ ചോദിച്ചു. സിദ്ധു എന്നല്ലേ? കറുത്ത കണ്ണടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധുവിന് അത്ഭുതം തോന്നി. പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബാജി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ടെന്റിന്റെ വാതിൽമര ചുരുട്ടി മാടി വെച്ചിരിക്കുന്നു. അവന് കൂടാരത്തിന്റെ അകം കാണാം. ചുവപ്പിൽ വെളുത്ത വരകളുള്ള വിരിപ്പിട്ട ഒരു മേശ അവൻ കണ്ടു. ഇവിടെ തോക്കുണ്ടോ? സിദ്ധു ചോദിച്ചു. തോക്കോ? എരണ്ടകളെ വെടിവെക്കുന്ന തോക്ക്. എരണ്ടകളെ ആര് വെടിവെക്കുന്നു? സിദ്ധു അതിനുത്തരം പറഞ്ഞില്ല. ടെന്റിലുള്ളവർ എരണ്ടകളെ വെടിവെക്കുന്നുണ്ടെന്ന് ദിനകരൻ പറഞ്ഞു. അത് സിദ്ധു ഇവിടെ പറയുന്നില്ല. സിദ്ധു അത്ര പൊട്ടനല്ല. പറ, ഞങ്ങൾ എരണ്ടകളെ വെടിവെക്കുന്നുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? സിദ്ധുവിന് അല്പം പേടി തോന്നി. എത്രയും പെട്ടെന്ന് തോക്കൊന്ന് കണ്ടിട്ട് അവൻ സ്ഥലം വിടും. സിദ്ധു സത്യസന്ധനായൊരു കുട്ടിയാണ്. ആരും പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ അവന് കഴിയില്ല. തോക്ക് കാണിച്ചു തരുമോ? അവൻ ചോദിച്ചു. കറുത്ത കണ്ണടക്കാരനും തൊപ്പിക്കാരനും തമ്മിൽ നോക്കി. വാ, അവർ പറഞ്ഞു. തോക്ക് ടെന്റിന്റെ നടുവിലിട്ട ഒരു പനമ്പുത്തിട്ടിയിൽ കൊളുത്തിയിട്ടിരിക്കുകയാണ്. വെള്ളത്തൊപ്പിക്കാരൻ അതെടുത്തു. സിദ്ധുവിനെ ശരിക്കും നടുക്കിക്കൊണ്ട് അയാൾ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടി. സിദ്ധു അറിയാതെ 2 കൈയും പൊക്കിപ്പിടിച്ചു പോയി. അവൻ്റെ മുഖം വിളറി, ചുണ്ട് വിറച്ചു. കണ്ണടക്കാരനും തൊപ്പിക്കാരനും പൊട്ടിച്ചിരിച്ചു. കൂടാരത്തിന്റെ തുണിഭിത്തികൾ വിറച്ചുകൊണ്ടിരുന്നു. ഇത്രയ്ക്ക് ധൈര്യമുള്ളൂ? ഇയാളാണോ തോക്ക് കാണാൻ വന്നത്? ആൺകുട്ടികൾ ഇങ്ങനെ പേടിക്കാമോ സിദ്ധു? ഇന്നാ പിടി. വെള്ളത്തൊപ്പിക്കാരൻ സിദ്ധുവിൻ്റെ നേർക്ക് തോക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ പോണു. സിദ്ധു കൂടാരത്തിന്റെ പുറത്തേക്ക് ഓടി. ഇത് കളിത്തോക്കാടോ, പൊട്ടില്ല, കണ്ണടക്കാരൻ പറഞ്ഞു. വേണ്ട, ഞാൻ പോണു. സിദ്ധു തോണിയുടെ അടുത്തേക്ക് ഓടി. തൊപ്പിക്കാരൻ അവനെ പിടിച്ചു നിർത്തി. സിദ്ധു ഉറക്കെ നിലവിളിച്ചേനെ. അയാൾ പക്ഷേ അവൻ്റെ കയ്യിൽ വലിയൊരു ചോക്ലേറ്റ് വെച്ചു കൊടുത്തു. സിദ്ധു വേഗത്തിൽ തോണി തുഴഞ്ഞു. എത്ര തുഴഞ്ഞിട്ടും നീങ്ങാൻ കൂട്ടാക്കാത്ത പോലെ അവൻ്റെ ചെറിയ തോണി വട്ടം തിരിഞ്ഞു. കുറേ ദൂരം ചെന്നിട്ട് ചോക്ലേറ്റ് കായലിലേക്ക് എറിഞ്ഞു കളയാൻ അവൻ തീരുമാനിച്ചു. പക്ഷെ അവന് ധൈര്യമുണ്ടായില്ല. അവരിപ്പോൾ ദൂരദർശിനിയിലൂടെ അവനെ നോക്കുകയായിരിക്കും. അവൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും അവർക്കിപ്പോൾ തൊട്ടടുത്ത് കാണാൻ കഴിയും. വേണ്ടിയിരുന്നില്ല, ടെന്റിൽ പോകേണ്ടിയിരുന്നില്ല, സിദ്ധു വിചാരിച്ചു. സിദ്ധു! പുറകിൽ നിന്ന് ബാജി വിളിച്ചു. ഒരു സ്പീഡ് ബോട്ടിന്റെ വേഗത്തിൽ അവനുണ്ട് പിന്നാലെ വരുന്നു. നീ എന്തിനാ ടെന്റിൽ വന്നേ? വഞ്ചി കൊണ്ടുവന്ന് സിദ്ധുവിൻ്റെ വഞ്ചിയിലിടിച്ച് ബാജി ചോദിച്ചു.
വെറുതെ. തോക്ക് കണ്ടോ? കഥ പറച്ചിലുകാരൻ വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ കണ്ടു. എവിടെ? മർക്കോസ് ഏട്ടൻ്റെ വീട്ടിലുണ്ട്.